അല്ല, അത് എനിക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്. ഞാൻ എത്ര പറഞ്ഞാലും അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുക അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം ഇവിടെ വന്ന് പ്രസംഗിച്ചത് നരേന്ദ്രമോദി മാത്രമല്ല, കോൺഗ്രസിൻ്റെ സമാരാധനായ നേതാവ് രാഹുൽ ഗാന്ധി കൂടിയാണ്. രണ്ട്, കോൺഗ്രസിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് പറഞ്ഞു. എത്രയോ വർഷമായി തമിഴ്നാട്ടിൽ DMK-യുമായിട്ടുള്ള ബാന്ധവം ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. കേരളം വിട്ടുകഴിഞ്ഞാൽ ഇന്നും ഈ പറയുന്ന CPM-ഉം കോൺഗ്രസും ഒരേ മുന്നണിയുടെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ. പിന്നെ ആരോപണങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന ഷിബു സോറൻ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അധികാരത്തിൽ വന്ന് BJP അല്ല ഭരിക്കുന്നത് ഓർക്കണം. ആ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ BJP അനുകൂലിക്കുന്ന BJP മുന്നിൽപ്പെടുന്ന ആളല്ല. സ്റ്റിൽ അയാൾ ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാത്തുള്ള അസ്വസ്ഥയാണെന്നുള്ളത്. രണ്ട്, ഇവർ എല്ലാ കാലത്തും ED-യെക്കുറിച്ചും അതിപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ച് എല്ലാ ഇലക്ഷൻ കഴിയും പറയും വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നമെന്ന് പറയും. കേരളത്തിൽ 102 സീറ്റ് കിട്ടിയപ്പോൾ വോട്ടിംഗ് മെഷീൻ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന ഇത്തരത്തിലെ ആരോപണങ്ങളെക്കുറിച്ച് ഞാനത് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഈ കേസിനെ സംബന്ധിച്ച് പറയാം. ഈ കേസ് എവിടെ എത്തും, എങ്ങനെ എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമാണ്. ഞാൻ പറയില്ല, ഞാൻ BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. ഞാൻ ഈ നിമിഷം വരെയും രാഷ്ട്രീയപരമായി ഈ കേസിൽ ഒരു തരത്തിലും ഞാൻ ഇടപെട്ടിട്ടുള്ള ആളല്ല. ഞാൻ ഇന്നും വാർത്താമാധ്യമങ്ങളിൽ നിന്നല്ലാതെ കോടതിയിൽ നിന്നല്ലാതെ ഞാൻ ഒരു വിവരവും ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാനോ ഇത് മറ്റൊന്നിനോ ഞാൻ പോയിട്ടില്ല, പോവുകയില്ല. അതാണ് എന്നെ സംബന്ധിച്ചുകൊണ്ട് എൻ്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. കാരണം ഞാൻ അല്ലാതെ തന്നെ പറയുന്നു, ഷോൺ ജോർജ് BJP-യുടെ ഭാഗമായ അന്ന് രാത്രിയിലാണ് SFI അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ ഇതൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഈ കേസ് നിയമപരമായും അല്ലാതെയും ഇത് എവിടെ എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ബുദ്ധിമുണ്ട്. ഇത് പിണറായി വിജയൻ എന്ന കൊള്ളക്കാരൻ കേരള സമൂഹത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. അത് നിയമപരമായും അത് തെളിയിക്കാൻ ഈ കേസിലൂടെ കഴിയുമെന്ന് ഞാൻ